യെസ്, ഇപ്പോൾ കൊച്ചിയിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. മോഹൻലാലിന്റെ മകൾ വിസ്മയ മലയാള സിനിമയിലേക്ക് എത്തുകയാണ്. തുടക്കം എന്ന ചിത്രത്തിലൂടെ അതിന്റെ പൂജാ ചടങ്ങാണ് കൊച്ചിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരു ബൊക്കെ നൽകിക്കൊണ്ടാണ് മായനെ ഞങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് മലയാളത്തിന് വേണ്ടി ഇവിടെ ഇതാ സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നു. മലയാള സിനിമയ്ക്ക് വേണ്ടി മച്ച് വെയിറ്റഡ് മൊമെന്റ്. നമ്മൾ അറിഞ്ഞതുകൊണ്ട് വിസ്മയനെ കാണാനായിട്ട് മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കൊതിക്കുകയായിരുന്നു. സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും ശേഷവും നൽകുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ആ ചിത്രത്തിന്റെ പേര് തുടക്കം എന്നുമാണ്. ഇപ്പോൾ മോഹൻലാൽ സംസാരിക്കുന്നുണ്ട് ഇതിലേക്ക്. വളരെ സന്തോഷമുള്ളൊരു കാര്യം. ഞാൻ എൻ്റെ കാര്യം ഓർക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം, 48 വർഷം മുമ്പാണ്. പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല. അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു, അടുത്ത സിനിമയായി. പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഒരു ഓഡീഷന് പോയി. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന്. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട്. അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാനും ശുചിയും. വളരെ കാലത്തിന് ശേഷം അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തോന്നി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത്. അതുപോലെ തന്നെയാണ് അപ്പവും 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി. അതുപോലെ അപ്പവും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി. മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു, ബെസ്റ്റ് ആക്ട്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ്, ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല. അതൊരു കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു. എന്നെ എൻ്റെ കൂടെയുള്ളത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ്, ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നതും. 48 ഇയേഴ്സായി. അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും, ഒരു പ്രീ ഡിസ്റ്റൈൻഡ് എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത്. വിസ്മയ മോഹൻലാൽ എന്നാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, ആക്സിഡൻ്റായിട്ടാണ്. മായയ്ക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അപ്പം അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫെർനാലിയ ഉണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയുണ്ട്, ആൻ്റണി പെരുമ്പാവൂരുണ്ട്. അതിനൊരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പോൾ അതിൽ ആ കുട്ടി അഭിനയിക്കാൻ പോകണം. അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ്. ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും അറിയാം. അതിന് ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിൽ ഉപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവണം. നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ കാര്യം, എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എൻ്റെ co-stars, എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നവർ, എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ഒരു വലിയ ഒരു കോൺഗ്രസ്, ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. സിനിമയിൽ പോലും എത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം, നല്ല സബ്ജക്റ്റുകൾ കിട്ടണം, നല്ല കൊളീഗ്സ്, കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് അപ്പുവിൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാകുകയാണ്. അപ്പോൾ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ രണ്ടുപേർക്കും, ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലും ഈ ഫ്രറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു സ്നേഹപൂർവ്വം. പിന്നെ തീർച്ചയായിട്ടും ആൻ്റണിയുടെ കാര്യം എടുത്ത് പറയാം. ആൻ്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദേ ഹാവ് ടു പ്രൂവ്, അല്ലേ? അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം, ഒരു കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കും ആദ്യം എന്നൊരു സിനിമ അപ്പുവിനെ വെച്ച് ആൻ്റണി എടുക്കാൻ തീരുമാനിച്ചത്. ഇതുപോലെ തന്നെയാണ് തുടക്കം. എന്തായാലും വളരെ സന്തോഷം. ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്. മറ്റാരുമല്ല, ആൻ്റണിയുടെ മകനാണ്. മോനെ കം.
അദ്ദേഹം അവിടെ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ്. പിന്നെ ഇതിലൊരു കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചു. വേറെ ഒരു സിനിമയിൽ, കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റോള് അഭിനയിച്ചിട്ടുണ്ട്. മോനിപ്പം ദുബായിലാണ്, നമ്മുടെയാണ്. ഈസ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ, നല്ലൊരു മാർഷ്യൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ്, ആൻഡ് വെരി നൈസ് പേഴ്സൺ. അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് ചോദിച്ചാൽ അതല്ല, ഇതും കൂടെ അതിന് ആഡഡ് അട്രാക്ഷനാണ്. അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. അപ്പം ആൻ്റണി പറഞ്ഞു, സാറേ ഇത് ആരെ അറിയിക്കണം? നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം, കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ. പിന്നെ ആൻ്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട്. വളരെ രണ്ടുപേർക്കും, മോനും ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട്, ഫ്രം മൈ ഫാമിലി, ഫ്രം ദ ഫ്രറ്റേണിറ്റി. എല്ലാ ഈശ്വരൻ്റെ സഹായം ഉണ്ടാകട്ടെ, ഭാഗ്യം ഉണ്ടാകട്ടെ, നല്ല കൊളീഗ്സ് ഉണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി. ആൻ്റണി 2 വാക്ക് സംസാരിക്കാൻ ഞാൻ വിളിക്കുന്നു. യെസ്, ആശീർവാദിന്റെ ആന്റണി പെരുമ്പാവൂർ, ലാലേട്ടന്റെ സ്വന്തം ആന്റണി ചേട്ടനാണ്. ആന്റണി ചേട്ടാ, ഇന്ന് ഏറ്റവും ബൊക്കെ കൊടുത്ത ലാൽ സാറ് ആശിഷിന് വെൽക്കം ചെയ്യണം. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ആശിഷിനെ ഞങ്ങളുടെ ലാലേട്ടൻ ഹഗ് ചെയ്ത് ബൊക്കെ നൽകിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇതാ ഈ ഒരു ഫ്രറ്റേണിറ്റിയിലേക്ക്, ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്തു. അതെ, അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. മാത്രമല്ല വളരെ വിനീതമായിട്ട് അത് സംസാരിക്കുമ്പോൾ ആരും കേട്ടിരുന്നു പോകും. മകൾ ആദ്യമായി സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അപ്പോൾ ഒരു അച്ഛൻ എന്ന രീതിയിൽ നൽകേണ്ട ഒരു ആശംസ അത് തന്നെ പീക്കിലാണ്. അതെ 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 അതെ.